നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റ് നേടി UDF ഭരണം പിടിച്ചപ്പോൾ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന ആകാംക്ഷയിലാണ് കേരളം. പാലായിൽ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന ഫ്ലക്സ് ബോർഡ് ഉയർന്നു. പഴയ ബസ് സ്റ്റാൻഡ്, കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ്, സ്റ്റേഡിയം എന്നിവിടങ്ങളിലാണ് ഫ്ലക്സ് ബോർഡ് ഉയർന്നത്. കുരിശുപള്ളിയിലെ മെയ് മാസം വണക്കത്തിന് VD സതീശന്റെ പേരിൽ പ്രതിസന്ധി വിഹിതവും അടച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരിൽ ചിലരാണ് 1500 രൂപ നൽകി VD സതീശനെയും പ്രതിസന്ധിയാക്കിയത്. UDFന്റെ മികച്ച വിജയത്തിന് പിന്നാലെ കോൺഗ്രസിലെ മുൻനിര നേതാക്കളിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് നിരീക്ഷകരെ കേരളത്തിലേക്ക് അയച്ച് MLA-മാരുടെ അഭിപ്രായമറിയാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. 10-ാം തീയതിയോടെ തീരുമാനമുണ്ടാക്കാനാണ് ശ്രമം. 63 സീറ്റുകൾ നേടിയ കോൺഗ്രസിന്റെ പ്രതിനിധിയായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരാണ് പരിഗണിക്കപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിൽ UDFനെ മുന്നിൽ നിന്ന് നയിച്ച VD സതീശനും പരിചയസമ്പന്നരായ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡിന്റെ ഭാഗമായ KC വേണുഗോപാലും മുഖ്യമന്ത്രി പദത്തിനായി ലക്ഷ്യമിടുമ്പോൾ തങ്ങളുടെ പിന്തുണ രേഖപ്പെടുത്തി കോൺഗ്രസ് പ്രവർത്തകരും UDF കക്ഷികളും രംഗത്തുണ്ട്. ഫ്ലക്സ് ബോർഡുകളും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണങ്ങളും വ്യാപകമാണ്.